ഹലോ ഗൈസ്, നമ്മളിന്ന് രാവിലെ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് ടയേർഡായിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പഴഞ്ചോറാണ് കഴിക്കുന്നത്. പഴഞ്ചോറ് മീൻസ് ഞാൻ കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, രാവിലത്തെ ഫുഡും കഴിച്ചിട്ടില്ല. ഒരു 12:30 ആയപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ ഇത് കഴിക്കാമെന്ന്. വീട്ടിൽ നിന്ന് ഞാൻ കാന്താരിമുളക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് കാന്താരിമുളക് ഇട്ട് ഉപ്പിട്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളി നല്ല കുനുകുനാന്നരിഞ്ഞു. പിന്നെ ഞാനത് ഷേപ്പ് അങ്ങ് മാറ്റി. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയ്ക്കിടാനാണെങ്കിൽ കുഞ്ഞതായിട്ട് അരിയാം, എന്നിട്ട് ഉള്ളി അരിഞ്ഞ് ഉപ്പും മുളകും ഇതാക്കാനാണെങ്കിൽ വലുതായിട്ട് അരിയാം എന്നുള്ള രീതിയിൽ മൈൻഡ് മാറി. പിന്നെ ഞാൻ വലുതായിട്ട് അരിഞ്ഞു. ആക്ച്വലി പഴഞ്ചോറ് എനിക്ക് കഴിച്ചുകൂടെ, ഒന്നും കൂടെ വണ്ണം വെക്കും. എന്നിരുന്നാലും ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. എൻ്റെ വാപ്പ ഉണ്ടാക്കും പഴഞ്ചോറ് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട്, അതെനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. തൈരൊക്കെ ഒഴിച്ച് നമ്മൾ മറ്റേ ഉണക്കമീനൊക്കെ ഇട്ട് തലേന്നത്തെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയാണ്. പിന്നെ ഇവിടെ ഈ പറയുന്ന തലേന്നത്തെ മീൻകറിയോ ഈ പറയുന്ന ഉണക്കമീനോ ഒന്നുമില്ല. ഞാനൊരാൾക്ക് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ തട്ടിക്കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടത്. സാധാരണ ഞാൻ കൂടുതൽ ഇടാറുണ്ട്, പക്ഷെ കുരുമുളക് പൊടിയുടെ നമ്മുടെ ക്വാണ്ടിറ്റി ഇപ്പം നന്നായിട്ട് കുറഞ്ഞു വരികയാണ്. കുരുമുളക് പൊടിയുടെയൊക്കെ റേറ്റ് നോക്കിയപ്പോൾ 160 രൂപ. വീട്ടിൽ കുരുമുളക് പിച്ചിട്ട് ഉണക്കി പൊടിപ്പിക്കലായിരുന്നു പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വില അത്ര അറിയത്തില്ലായിരുന്നു. 160 രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വാങ്ങണ്ട, കുരുമുളക് പൊടി ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം എന്നുള്ള മൈൻഡിലാക്കി. പിന്നെ നമ്മൾ പാൻ അങ്ങോട്ട് വെച്ചിട്ട് ചൂടാക്കി. എനിക്കിപ്പം ഭയങ്കര ഇഷ്ടം, വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉള്ളയായിരുന്നു. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ വെച്ച് നമ്മളങ്ങോട്ട് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അങ്ങ് ചുറ്റിച്ച് നല്ല ഗുമ്മിള പോലെ അപ്പം തന്നെ പൊങ്ങി വന്നു. കാരണം നല്ല ചൂടായിട്ടാണല്ലോ നമ്മൾ ഒഴിച്ചത്. എനിക്ക് മുട്ട തിരിച്ചിടുന്ന പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് നല്ല കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് നിരത്തി വെക്കുമ്പോൾ ഭയങ്കര സംതൃപ്തി. അത് കാണുമ്പം ഞാനാണല്ലോ ഇത് വെച്ചതെന്ന്. പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും മുട്ടയും എല്ലാം കൂടി ഇട്ട് ഒരു കാന്താരി മുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്ത് ഒരു ഉരുള അങ്ങോട്ട് വയലോട്ട് വെച്ച് കുറേ നാളിന് ശേഷം പഴഞ്ചോറ് കഴിച്ച ഫീലായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ, ബൈ.